കുരിശിന്റെ വഴിയിലെ മൂന്നാമത്തെ സ്ഥലത്ത് നമ്മൾ ധ്യാനിക്കുക. കർത്താവായ യേശു ക്രിസ്തു കുരിശുമായി ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈ വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യമാണ്. നമ്മൾ പലപ്പോഴും വീണു പോകാറുണ്ട്. മറ്റുള്ളവർ അത് കണ്ട് നമ്മളെ പരിഹസിക്കാറുമുണ്ട്. ഈ വീഴ്ചകൾ നമ്മുടെ നാണക്കേടിന്റെ ഭാവമായി തീരും. നമ്മുടെ ശിരസുകൾ താഴ്ന്നു പോകും. ആത്മാർത്ഥതയോടെ മറ്റുള്ളവരെ നോക്കാൻ പോലും ത്രാണിയില്ലാത്തവരായി ശിരസ് കുനിയുന്നവരായി തീരും. നമ്മുടെ വീഴ്ചകളൊക്കെ മറ്റുള്ളവരുടെ ആഘോഷമായി തീരാനും സാധ്യതയുണ്ട്. നമ്മൾ തോറ്റുപോകുമ്പോൾ, വീണുപോകുമ്പോൾ ആഘോഷമാക്കാൻ വേണ്ടി കൊതിക്കുന്ന സമൂഹവും ഇന്നിന്റെ യാഥാർത്ഥ്യമാണ്. ഈ തിരിച്ചറിവോടുകൂടിയാവണം നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ കുരിശുകൾ ഭാരമുള്ളതാണ്. അത് നമ്മളെ വീഴ്ത്താൻ ശക്തിയുള്ളതാണെന്നും തിരിച്ചറിയണം. താങ്ങും തണലുമില്ലാത്ത ജീവിതാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആരെങ്കിലും ഒന്ന് താങ്ങിപ്പിടിക്കാനും എഴുന്നേൽപ്പിക്കാനും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കും. ആ സമയത്തെല്ലാം ജീവിതം അർത്ഥരഹിതമാണെന്ന് തോന്നും. ഞാൻ വഹിക്കുന്ന കുരിശ് ജീവിതത്തെ പുണ്യപൂർണതയിലേക്ക് നയിക്കുന്നു എന്ന് പോലും എനിക്ക് തോന്നില്ല. കാരണം പച്ച മനുഷ്യനായി ഞാൻ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ അർത്ഥരഹിതമാണ് എൻ്റെ ജീവിതമെന്ന് ചിന്തിക്കും. ചിലപ്പോൾ വിശ്വാസം പോലും വിട്ടുപോകാനുള്ള സാധ്യത വേദനകളുടെ ആധിക്യത്തിലും വീഴ്ചകളിലും സംഭവിക്കും. വേദനകളോടൊപ്പം തെറിച്ചു വീഴുന്ന രക്തത്തുള്ളികൾ നമ്മുടെ വിശ്വാസത്തെ പോലും ഖനിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ തമ്പുരാനെ നോക്കുക, ദൈവഗീതാനുഷ്ഠാനത്തിലേക്കുള്ള പ്രയാണമാണ്. അത് കാൽവരി വരെ നടന്നു നീങ്ങേണ്ടതാണ് എന്ന ആ മഹത്തായ ധ്യാനം അവന്റെ വീഴ്ചകളിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ചു. നമ്മുടെ വീഴ്ചകൾ കിടക്കാനുള്ളതല്ല, എഴുന്നേൽക്കാനുള്ളതാണ്, പൂർണ്ണമായി ശക്തി ഭരിക്കാനുള്ളതാണ്. ഓരോ വീഴ്ചകളും പുനർജന്മത്തിന്റെ, പുനർജീവനത്തിന്റെ ഉത്തേജനമായി തീരട്ടെ എന്ന് നമുക്ക് പരസ്പരം ആശംസിച്ചുകൊണ്ട് ഈ മൂന്നാമത്തെ സ്ഥലത്തെ ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ പുത്രൻ തമ്പുരാനിലൂടെ വീഴ്ചയുടെ അർത്ഥം നീ ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ഞങ്ങൾ വീഴുമ്പോൾ അത് പൂർണ്ണമായിട്ടുള്ള അസ്തമയമല്ല എന്ന് തിരിച്ചറിയാനും നിന്നിൽ നോക്കി പ്രയാണം നടത്താനും നീയാകുന്ന ലക്ഷ്യത്തിൽ എത്തിപ്പെടാനും ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.